അതാണ് ഗുരു തന്നെ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് വീഡിയോ ഇട്ടത്, ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ അപ്പൊ എനിക്ക് ഒരു കണക്ഷനോ ഒരു ഇതൊന്നുമില്ല. അപ്പൊ ഇത്രയും എത്തി നിൽക്കണ്ടെങ്കിൽ അവന്റെ ഒരു ഇതാണ് മനസ്സിലായ, അത് അവനെ ഫോളോ ചെയ്ത് അതേ ഒരു പാറ്റേണിൽ പോയോണ്ടാണ്. ബാസി ശ്രീനാഥ് ബാസി, സ്മിത എന്താണ് ഈ മില്യൻസ് പറത്തുന്നതിന്റെ ആ ഒരു രഹസ്യം എന്താണ്? രഹസ്യം നല്ല കണ്ടന്റ് ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ അങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായിരുന്നു. പെട്ടെന്ന് ഒരു ഇതില് സുപ്രഭാതത്തിലാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് അടിച്ചേക്കും. ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ അത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ളൊരു ഇത്. ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ മതി. ഇതിന്റെ അടിയിൽ അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അടിയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഭയങ്കര സീനാക്കി. എന്നിട്ട് പോലീസിനെ വിളിച്ചത്, എന്നിട്ട് പോലീസൊക്കെ വന്ന് ഫൈൻ അടപ്പിച്ച് ഞങ്ങളെ കൊണ്ട് മറ്റേ ഇതൊക്കെ എഴുതിപ്പിച്ച് വിട്ട്. താഴെ വെച്ച് എന്റെ അടുത്ത് പറയുന്നത് ഇൻട്രോവേർട്ട് എന്നാണല്ലോ. ഇല്ലില്ല, അങ്ങനെയല്ല ഞാൻ പറയണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ട് അല്ല. ഇപ്പൊ ഞാൻ പബ്ലിക്കിൽ പോയല്ലേ വീഡിയോസ് ചെയ്യണം. നമ്മളൊരു 6-7 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് എല്ലാരും സീനൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ വൈബായിട്ട് ഇങ്ങനെ പോവും. ബട്ട് ഒരാൾക്ക് ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫുൾ ആ ടൈം പൊട്ടെ ഇങ്ങനെ തളത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് നാണാവൂലടാ, നിനക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. കുരുത്തം കെട്ടവൻ പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ പനക്കല മാവിലെ കല്ലെറിങ്ങില്ലേ കുരുത്തം കെട്ടവൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കം വിത്ത് മെഹർ. അപ്പൊ ഇന്ന് ചക്കംപക്കത്തിൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ തൊട്ട മില്യൻസ് പറത്തണ ഒരാളാണ്. അപ്പൊ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു നാസിം. വെൽക്കം ടു ചക്കംപക്കം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ മില്യൻസ് പറത്തുന്നതിന്റെ ആ ഒരു രഹസ്യം എന്താണ്? രഹസ്യം നല്ല കണ്ടന്റ് ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി. പൊതുവെ ഞാൻ കണ്ടത് ഇങ്ങനെ എന്താ പറയാ, ഗേൾസിന് അല്ലെങ്കിൽ പെൺകുട്ടികളെ നോക്കി ചിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു കുറെ കോണ്ടന്റ്സ് ആണ് ഞാൻ കണ്ടത്. എന്നുവെച്ചാൽ ബോയ്സിന്റെ ഒപ്പം വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഗേൾസിനൊപ്പം ചെയ്താലാണ് ആൾക്കാർക്ക് മനസ്സിലായി കൂടുതൽ റീച്ച് എല്ലാം കൂടുതൽ. അതുകൊണ്ടാണ് ഗേൾസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും ഇടക്കിടക്ക് ഇപ്പൊ കുറച്ച് ഗേൾസ് ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ഒരു ബോയ്സ് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആരാധകരും ഫാൻസും ഒക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. അതൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ആരും യു ആർ വെരി ക്യൂട്ട്, അപ്പൊ ആരും മെസ്സേജ് ഒന്നും അയക്കാറൊന്നുമില്ല? മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് നോർമലി. ഭയങ്കര ഇൻസ്റ്റഗ്രാമിൽ വന്നതിൽ ഭയങ്കര ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. നോർമൽ എല്ലാവരും നോർമലായിട്ട് തന്നെ മെസ്സേജ് അയക്കണത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാസിമിന്റെ പ്രൊഫൈൽ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോ മില്യൻസേ ഉള്ളൂ. എനിക്കൊന്നും ഒരു വീഡിയോസിന് മില്യൻസ് ഇല്ലാത്ത വീഡിയോസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എല്ലാത്തിനും മില്യൻസ് ആന്ന് തോന്നുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും ഞാൻ എല്ലാം നോക്കി. ഏറ്റവും ഹയസ്റ്റ് എത്രയായിരുന്നു? എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്തോ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്തോ 65 മില്യൺ. 65 മില്യൺ മുമ്പിട്ട വീഡിയോ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ കുറച്ച് ഇപ്പൊ ഒരു 30 മില്യൺ 20 മില്യൺ അങ്ങനെയൊക്കെ നോർമലി കുറച്ച് കിട്ടലുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ 65 അത്ര എക്സ്പെക്ട് ചെയ്തില്ല, ബട്ട് അത്ര കിട്ടി. അപ്പൊ എങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം തന്നെ ആദ്യം പയ്യെ റീച്ച് കൂടി അങ്ങനെ വരുമായിരുന്നു ആദ്യം ഫസ്റ്റ്? അത് എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് എടുക്കുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ബട്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ ഒരു റീൽ ഇട്ടത്, അത് ഫസ്റ്റ് റീൽ തന്നെ 1 മില്യൺ ആയിരുന്നു. ഫസ്റ്റ് വീഡിയോ തന്നെ 1 മില്യൺ. അത് എന്ത് വീഡിയോ ആയിരുന്നു? അത് ഒരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്കിന്നാണ് തുടങ്ങിയത്. എന്ത് പ്രാങ്ക് ആയിരുന്നു? അതെനിക്ക് തോന്നുന്നു അത് ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കി. മുമ്പത്തെ എനിക്ക് കാണുമ്പോ എനിക്ക് തന്നെ ഒരു അത് എനിക്ക് തോന്നുന്നു എന്തായിരുന്നു, എന്തോ ഞാൻ പബ്ലിക്കിൽ എന്തോ ഇരിക്കണതാ അങ്ങനെ എന്തോ ആയിരുന്നു. ക്രൗഡിന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് പോയി ഇരിക്കണത്. അപ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ. ഒരുപാട് പ്രാങ്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പ്രാങ്ക് വീഡിയോസ് കുറച്ചൊക്കെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും തല്ല് കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? കയ്യിൽ പോയ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതിനുള്ള വഴി ഒരുക്കൂല നമ്മള്. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോ എപ്പോഴും ഫുൾ പ്ലാൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പൊ ചിലപ്പോ പുറത്തുനിന്ന് കാണുന്നവർക്ക് വിചാരിക്കുമോ ഇത് ഭയങ്കര സീനാവും. ബട്ട് ഞാൻ ഒരു മിതത്തില് അയാൾക്ക് അത്ര ഹേറ്റ് ആവരുത് അങ്ങനത്തെ ഒരു ഇതിൽ എടുക്കാറുള്ളൂ. അല്ലാണ്ട്
പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് മില്യൺസ് അടിച്ച വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് കിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു 5 ടിപ്സ് എന്തൊക്കെയായിരിക്കും? ടിപ്സ് എന്ന് പറഞ്ഞാ ഞാൻ അതായത് ഇത്രയും എല്ലാം ഇങ്ങനെ ഇത്രയും മില്യൺസ് കാണുന്ന എനിക്ക് പരിചയമുള്ള ഒരാളെയും കാണുന്നത്. അല്ല അങ്ങനെയല്ല, അത് എനിക്ക് തോന്നണ് ഓരോ കോണ്ടന്റ് ബേസ് ആയിട്ടായിരിക്കും. ഇപ്പൊ എന്ത് വീഡിയോ ആയാലും ഫസ്റ്റ് കോണ്ടന്റ്, വീഡിയോ ക്ലാരിറ്റി ഇതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാല് പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ കുറച്ചുകൂടി സ്ലോമോ മ്യൂസിക്കും എന്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് അതായിരിക്കും. ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ കൂടുതൽ ഹിന്ദി ഓഡിയൻസിനെയാണോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഓഡിയൻസ് കുറെ ആ ഭാഗത്ത് അവരാണോ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഒരുപാട് കൂടുതലല്ല, എനിക്ക് തോന്നുന്ന ചിലപ്പോ ഉണ്ടാവും ഹിന്ദി ആയിരിക്കും കുറച്ചുണ്ടാവും. എന്ന് വെച്ചാൽ ഹിന്ദി കമന്റ്സ് എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് കുറച്ചറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഹിന്ദി കമന്റ്സ് ഒക്കെ കാണാണോ ഹിന്ദി അറിയോ? ഹിന്ദി തോടാ തോടാ എനിക്കാകെ മാത്രമേ അറിയുള്ളൂ. പറഞ്ഞു വെക്കാൻ. അപ്പം അവർക്കൊക്കെ ഇപ്പൊ അവര് ഹിന്ദിയിൽ മെസ്സേജ് അയക്കുമ്പോ അവർക്ക് എങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുക്കാം? റിപ്ലൈ കൊടുക്കാറില്ല, അറിയാത്തത്. ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല? ഹിന്ദി അറിയാത്തോണ്ട് എങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ 2-3 സെന്റൻസ് പഠിച്ചു വെച്ചിട്ടുള്ളൂ. അങ്ങനത്തെ റിപ്ലൈസ് കൊടുക്കും. പിന്നെ ഞാൻ കേട്ടു നമ്മുടെ അബു സാലിമിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് കേട്ടു. നിങ്ങൾ ഒരുമിച്ച് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അബു സാലിം ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത്. ഇത് അബു സാലിം പഠിപ്പിച്ചതാണോ? അവനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. എന്താന്ന് പറയോ? ഇല്ല, ശരിക്കും ഞാൻ അബു സാലിമിന് കേൾക്കണം, നിനക്ക് വേണ്ടി പറയുന്നതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഗുരുവാണോ? അത് ഗുരു തന്നെ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പ എനിക്ക് അപ്പൊ ഒന്നും എനിക്ക് ഒരു കണക്ഷൻ ഒരു ഇതൊന്നുമില്ല. എനിക്കെന്തോ എനിക്ക് 800 സംതിങ് ഫോളോവേഴ്സ് അത്രയും കണ്ടു. അപ്പൊ ആ ടൈമിൽ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരാളാ. അത് എനിക്ക് എന്താ 800K. ഇപ്പൊ നോർമലി ഇപ്പൊ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോ അയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി മൈൻഡ് സെറ്റ്. അങ്ങനെ മെസ്സേജ് അയച്ച് ജസ്റ്റ് മെസ്സേജ് അയച്ച് ആ ടൈമില്. പിന്നെ അങ്ങനെ മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ അവിടേക്ക് പോയി കാണാൻ പോയി. അടുത്താണോ? വീട് അടുത്താണോ? ഇല്ല, കാസർഗോഡ്, ഞാൻ കൊച്ചി. അങ്ങനെ ഒരു ദിവസം കാസർഗോഡ് കാണാൻ പോയോ? ഞാൻ അങ്ങനെ കാണാനായിട്ട് അവിടെ പോയി. അങ്ങനെ കണ്ട്. ബട്ട് ആളൊരു പ്രത്യേക ക്യാരക്ടറാ, എന്ന് വെച്ചാൽ അടിപൊളി ക്യാരക്ടറാ. പിന്നെ നിങ്ങൾ എങ്ങനെയാ, നിങ്ങളുടെ വൈബ് എങ്ങനെയാ സെറ്റ് ആയേ? സെറ്റ് എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് ആള് ഭയങ്കര റെയർ ക്യാരക്ടറാ. എന്ന് വെച്ചാൽ നാസിം ഒരു റെയർ ക്യാരക്ടറാ. എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തിരി എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും എന്റെ അടുത്ത് പറയുന്നത് ഇൻട്രോവേർട്ട് ആണല്ലോ. ഇല്ലില്ല, അങ്ങനെയല്ല ഞാൻ പറയണ. എന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോവേർട്ട് അല്ല. ഇപ്പൊ ഞാൻ പബ്ലിക്കിൽ പോയല്ലേ വീഡിയോസ് ചെയ്യണം. എന്നുവെച്ചാൽ ഇൻട്രോവേർട്ട് അല്ല, ബട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യും. എന്നാലും എന്റെ സർക്കിൾ ഭയങ്കര സ്മോളാണ്. ഒരു കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്കിപ്പോ എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അവിടെ ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ കാസർഗോഡ് അവിടെ അവനും പിന്നെ അവന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവരായിട്ട് എനിക്ക് ക്ലോസ് ആയിട്ട് അവരുള്ളൂ. അല്ല അപ്പൊ അബു സാലിം ആണ് എല്ലാം. എന്തായിരുന്നു ഡയലോഗ്? എന്തായിരുന്നു പറഞ്ഞ കേക്കട്ടെ. ഡയലോഗ് ഒന്നും ഇല്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് അവനില്ലെങ്കിൽ ഞാനില്ലാന്ന്. മനസ്സിലായില്ല? എന്ന് വെച്ചപ്പോ ഞാൻ ഇല്ലെങ്കിൽ അവനുണ്ട്, ബട്ട് ഞാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുമ്പേ തൊട്ട് ആ തുടക്കം തൊട്ട് മനസ്സിലായി. ഞാൻ എന്ത് കാര്യവും ചോദിക്കാനാണെങ്കിൽ എന്തിനും ഒരു ഫുള്ള് ഇപ്പൊ ഇത്രയും എത്തി നിൽക്കണ്ടെങ്കിൽ അവന്റെ ഒരു ഇതാണ്. മനസ്സിലായ? അത് അവനെ ഫോളോ ചെയ്ത് അതേ ഒരു പാറ്റേണിൽ പോയോണ്ടാണ്. മേ ബി ചിലപ്പോ അങ്ങനെ പോയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും ആവൂലായിരിക്കും, വേറൊരു വഴി കൂടെ. അതുകൊണ്ട് മനസ്സിലായി ഇപ്പൊ ഒരു വീഡിയോസ് ആയാലും എല്ലാം ഞാനൊരു സ്റ്റാൻഡേർഡിലാണ് ഞാൻ. ഇപ്പൊ ആൾക്കാരെ വെറുപ്പ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും പോയി വീഡിയോസ് ഇടാം. അതിപ്പോ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇട്ടൂടെ. ബട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആൾക്കാരെ എത്ര ടൈം ഗ്യാപ്പിലാണ് വീഡിയോസ് ഇടാറ്? നല്ല ടൈം ഒക്കെ എടുത്ത് തരണം. ചിലപ്പോ 2 വീഡിയോ ഒക്കെ ഇടും, പിന്നെ ഒരു മാസം അത്രയും. എന്നിട്ട് റീച്ച് ഒന്നും കുറയത്തില്ല? അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എന്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് അറിയില്ല. ചിലപ്പോ അൺഫോളോസ് ഒക്കെ വരുമ്പോ സങ്കടാവോ? ഇല്ല, എന്ന് വെച്ചാ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ എന്തോ 50K അൺഫോളോസ് ആണെങ്കിൽ ഒരു 60K ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ബാലൻസ് ആയി പോകും. അത്രയൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നല്ല അൺഫോളോസ് ഉണ്ട്, ബട്ട് അതിൽ കൂടുതൽ ഫോളോവേഴ്സ് വരുമ്പോൾ അത് ബാലൻസ് ആയി. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ 1 മില്യൺ ഒക്കെ ഇപ്പം ഒരു അധികം പേർക്കില്ല, വളരെ കുറച്ച് പേർക്കുള്ളൂ.
ലൈക് സെലിബ്രിറ്റീസിനുണ്ട്, അതല്ലാണ്ട് ലൈക് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ വളരെ ചുരുക്കം പേർക്കുള്ളൂ. അപ്പൊ ആ 1 മില്യൺ അടിച്ചപ്പോ ആ ഒരു മൊമെന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം അതൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം ഉണ്ടായി എന്ന് വെച്ചാല് മനസ്സിലായ എനിക്ക് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ അങ്ങനെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായിരുന്നു. പെട്ടെന്ന് ഒരു ഇതില് സുപ്രഭാതത്തിലാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ മെസ്സേജ് അവരായിട്ട് പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോയി പെട്ടെന്ന് അടിച്ചേ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ അത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ളൊരു ഇത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നാസിമിനെ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരടക്കം എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് ഇടാറിപ്പോ എന്നെ ഇവരൊക്കെ കളിയാക്കാറുണ്ട്. അപ്പൊ ആ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ ആദ്യം കളിയാക്കിയവര് അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അത് എന്താന്ന് വെച്ചാല് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അല്ല ചെയ്യണത്. ഇപ്പൊ മുമ്പ് ഇപ്പോഴാവുമ്പോ പിന്നെ ഇത്തിരി ഇങ്ങനെ ചിരിക്കണതും അങ്ങനത്തെ ഒക്കെ ചെയ്യണം. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പ്രാങ്ക് ടൈപ്പ് കറക്റ്റ് പ്രാങ്ക് ടൈപ്പ് ഞാൻ ചെയ്യണത്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞില്ല, എനിക്ക് ആ ടൈമിൽ എന്തോ ഒരു നമ്മളൊരു 6-7 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് എല്ലാരും സീനൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ വൈബായിട്ട് ഇങ്ങനെ പോവും. ബട്ട് ഒരാൾക്ക് ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫുൾ ആ ടൈം പൊട്ടി ഇങ്ങനെ തളത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് നാണാവൂലടാ നിനക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൻ ഇപ്പോഴും പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആണ്. ബട്ട് അവൻ മനസ്സിലായി എപ്പോഴും തളർത്താൻ മാത്രമുള്ളത് അങ്ങനെ ഒരു ആളുണ്ട്. അല്ല ഇപ്പൊ ഈ ഇത്രയും നല്ല ഹൈപ്പിൽ നിൽക്കുന്നു, അപ്പം അതൊരു തിരിച്ചടി അല്ല, ഐ മീൻ ഒരു മറുപടി അല്ലേ ഇങ്ങനെ തളർത്തുന്ന ആൾക്കാർക്ക്? ഇല്ല, ബട്ട് എന്ന് വെച്ചാൽ അവന് ഇപ്പോഴും തളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക. ചിലപ്പോ ആ കുട്ടിയുടെ തളർത്തല് കാരണമായിരിക്കും, അതായിരിക്കും ചിലപ്പോ ഒരു മോട്ടിവേഷൻ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയില്ല. എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇതില്ലല്ലോ, ഇടയ്ക്കൊരു ക്രിറ്റിസിസം വന്നാലാണ് നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇതിപ്പോ ഹേറ്റേഴ്സ് ഇല്ലാന്നാണ് എനിക്കറിയില്ല. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഹേറ്റേഴ്സ് ഇല്ലാന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഹേറ്റേഴ്സ് ഉണ്ടാകുന്ന നോക്കണം നമ്മുടെ കമന്റ് ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അങ്ങനെ ഹേറ്റേഴ്സ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയൂല, പിന്നെ മനസ്സിലായി നമ്മൊന്നും ചെയ്തില്ലെങ്കിലും ആർക്കെങ്കിലും ചിലവരെ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടൂല. അങ്ങനത്തെ കാലോട് എന്റെ നേരം നോക്കിട്ട് അല്ല അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം കേട്ടു, 25 ലക്ഷത്തിന്റെ ഒരു വണ്ടിയൊക്കെ എടുത്തു. എന്നാലും എങ്ങനെ സാധിക്കുന്നു ഒന്ന് പറ കേക്കട്ടെ. അല്ല വണ്ടി ഒന്നും എടുത്ത് എന്നാലും ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള വരുമാനം യൂട്യൂബില് ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? യൂട്യൂബ് ഉണ്ട്, ബട്ട് ഇപ്പൊ ആക്റ്റീവ് അല്ല. ഇനിയിപ്പോ പ്ലാൻ ഉണ്ട് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല, വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു. എന്നാലും എങ്ങനെ 25 ലക്ഷത്തിന്റെ വണ്ടി എടുത്തു? സേവിങ്സ് ലൈക് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? എനിക്കൊരു ഇതുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഒരു കമ്പനി ഉണ്ട്. നമ്മൾ പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കും പ്രൊമോഷൻ ഒക്കെ ഉണ്ട്. ഒരു പ്രൊമോഷൻ ഏകദേശം എത്ര ചാർജ് ചെയ്യാറ്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ഒരു ഇതില്ല, മാനേജർ ഉണ്ട്. അപ്പൊ അവരാണ്. മാനേജർ ഒക്കെ ഉണ്ട്. ഓക്കെ. എന്നാലും ആ വണ്ടി എടുത്തതിന്റെ ആ ഒരു ഒരുപാട് നാസിമിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. 22 വയസ്സെന്നല്ലേ പറഞ്ഞത്? 22 ഈ ചെറു പ്രായത്തിൽ ഇപ്പം എല്ലാവരും എന്താ പറയുക, മാവിലും കല്ലെറിഞ്ഞ് നടക്കുന്ന കുറെ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടാത്തൊന്നുമില്ല. ഓക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് മറ്റേ ബെറ്റിംഗ് ഗെയിംസിന്റെ ഒക്കെ പ്രൊമോഷൻ കാണാറുണ്ട്. അത് എന്ന് വെച്ചാ ഇപ്പൊ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാ നോർമലി എല്ലാവർക്കും അറിയാം ഇതിനകത്തൊക്കെ ഇതാക്കി കുറെ പൈസ പോകും. ബട്ട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവരും ആക്ട്രസ് വരെയും ചെയ്യുന്നുണ്ട്. ആക്ടർമാര് ആക്ട്രസ് എല്ലാരും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരവരുടെ ഇപ്പൊ മനസ്സിലായി നമുക്കൊരു അതിൽ നിന്നൊരു ഇത് കിട്ടുമല്ല. ബട്ട് നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ശരിക്കും. പിന്നെ നമ്മളിപ്പോ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അവസാനം ഇങ്ങനെ പറയും, നമ്മൾ വെറുതെ പോയി ചാടരുത്. നമ്മൾ അത്യാവശ്യം അങ്ങനെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും പോയി ചാടരുത്, അതാണ് അതിനകത്ത്. ഓക്കെ. ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുവാണെങ്കിലും പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് പറയും കോണ്ടന്റ് ക്രിയേറ്റർ. പക്ഷെ അതിന്റെ ബാക്കിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. ഓരോ വീഡിയോസിന്റെ ബാക്കിലായാലും അതിന് ഓരോ നല്ല കോണ്ടന്റ്സ് വരണമെങ്കിൽ അതിന് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അങ്ങനത്തെ എഫേർട്സ് എന്തൊക്കെയൊക്കെ ചെയ്യാറ്? അതിന്റെ ബാക്ക് വർക്ക്സ് ഒക്കെ ഉണ്ട്. എഫേർട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 20-30 സെക്കൻഡ് ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. ബട്ട് അത് എടുക്കാനാ ചിലപ്പോ നല്ലൊരു ടൈം എടുക്കും. പബ്ലിക് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യലേ ഇല്ല. എന്നുവെച്ചാൽ എല്ലാം
നിങ്ങക്ക് അത് കണ്ടാ മനസ്സിലാവുമായിരിക്കും. സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ചില സ്ക്രിപ്റ്റഡ് അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പം നമുക്കത് നമ്മ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടണം. ഇപ്പൊ ഞാൻ എടുത്ത്, ബട്ട് എനിക്ക് ആ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഞാനത് പിന്നെ ടേക്ക് എടുക്കും. അടുത്ത ആള് തന്നെ ഒരു കാത്ത് എന്ന് വെച്ചാൽ നോർമൽ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിൽ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്താൽ മതി. ബട്ട് ഇതെനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതങ്ങനെ വെയിറ്റ് ചെയ്ത് അടുത്ത ആള് വന്ന് ഇനിയിപ്പോ ആള് വന്നില്ലെങ്കിൽ ഞാൻ പോയിട്ട് നാളെ വന്ന് പിന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ടഫ് തന്നെയാണ്. ആ ഒരു ക്യാമറ സെറ്റ് ചെയ്യണം, പിന്നെ അതിന് വേണ്ടിട്ട് ആ ഒരു ആള് വരുന്നത് എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എനിക്ക് വീഡിയോസും. ഈ 2 ഫ്രണ്ട്സ് ആണോ? ഇവരല്ല, അവര് ഷാമോൻ ഷാലു എന്ന് പറയുന്ന 2 പേരുണ്ട്. അവര് എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അത് എനിക്ക് ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ പോകുമ്പോ തൊട്ട് ഇവർ 2 പേരും ഭയങ്കര സപ്പോർട്ട്. അന്ന് തൊട്ട് ഇന്നുവരെ പറഞ്ഞോട്ട് ക്യാമറയുടെ ബാക്കിലായിട്ട് അവർക്കൊരു മനസ്സിലായ. അവരാണെങ്കിൽ അത്യാവശ്യം അയ്യുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയില് വരാനൊക്കെ താല്പര്യമില്ലാത്ത ഒരാൾക്കാരാണ്. ബട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ ഇങ്ങനെ വന്നിട്ടുണ്ടായി. ആ വീഡിയോ ഞാൻ പറഞ്ഞു 65 മില്യൺ അടിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഫാമിലി വിശേഷങ്ങൾ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി എനിക്ക് വാപ്പ, ഉമ്മ, വെല്ലുമ്മ, അനിയത്തി, 5 പേര്. അവരൊക്കെ എങ്ങനെ സപ്പോർട്ടിങ് ആണോ? എനിക്ക് വീട്ടിൽ നിന്നൊക്കെ സീനൊന്നുമില്ല, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടില് എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ, ഉമ്മച്ചിയൊക്കെ ഭയങ്കര ദീന്, ഭയങ്കര അങ്ങനത്തെ ഒരു ഇതാണ്. ബട്ട് വാപ്പിച്ച് ഭയങ്കര വൈബാ, എന്തായാലും നിന്റെ വൈബിന് പോട്ടെ എന്നുള്ളൊരു ഇത്. അതുകൊണ്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റടി പിന്നെ അങ്ങനെ പെൺപിള്ളേരിപ്പം വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാണല്ലോ. വാപ്പിച്ചില്ലായോണ്ട് സീനൊന്നുമില്ല. അപ്പം വണ്ടി എടുത്തപ്പോ അവരുടെയൊക്കെ റിയാക്ഷനും ആ ഒരു റെസ്പോൺസും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? ഇങ്ങനെയെങ്കിലും എത്താനായിട്ട് നമ്മൾ മനസ്സിലായത് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ എല്ലാവരും സപ്പോർട്ട്, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വീഡിയോ 1 മില്യൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഫസ്റ്റ് ടൈമിൽ നമ്മളാണെങ്കിൽ അതിന്റെ പുറകെ നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ ആ ഫസ്റ്റ് വീഡിയോ അതല്ലായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ എനിക്ക് ഭയങ്കര നാണം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ബട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആയപ്പോ എന്റെ ഫ്രണ്ട്സിന് ഇത് എങ്ങനെ ഇടുന്നു അത് പെട്ടെന്ന് എനിക്കത് ചില സമയത്ത് മനസ്സിലായി. ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാന് ഫസ്റ്റ് എനിക്ക് തന്നെ തോന്നിയതാ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്താലാന്ന്. അപ്പൊ ഞാൻ എന്റെ ഒരു ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച്, അങ്ങനെ ഫ്രണ്ടിനെ വിളിച്ച് ഞങ്ങള് വീഡിയോ എടുക്കാൻ പോയി. ഞങ്ങൾ ക്യാമറയൊക്കെ റെന്റിന് എടുത്തു ഫസ്റ്റ്, ആദ്യം ഒരു 3 year ബാക്ക്. അപ്പൊ ഞങ്ങൾ റെന്റിനൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പോയി. ബട്ട് അവിടെ ചെന്ന് ക്യാമറ ലെൻസ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അത് ഫുള്ള് ഫ്ലോപ്പായി. അങ്ങനെ ക്യാൻസൽ ആയിട്ടാ. ഞാൻ വീട്ടിലൊക്കെ അന്ന് കുറെ വഴുകിയൊക്കെ വന്ന് കുറെ സീനൊക്കെ ആയി, ഫുള്ളാകെ സീൻ. അപ്പൊ പിന്നെ എന്റെ മൂടൊക്കെ പോയി. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജാസ് പറഞ്ഞ, അജാസിന്റെ ഫ്രണ്ട് അല്ലേ നീ? അപ്പൊ ഞാന് അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം, നമുക്കൊന്ന് ലുലുവിൽ പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ലുലുവിൽ വീഡിയോ എടുക്കാൻ പോയി, വീഡിയോ എടുത്ത്. അപ്പൊ എനിക്കൊരു ഷൂട്ട് കിട്ടി. എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്കൊന്നും അറിയ പോലും ഇല്ല. ഒരു ഷൂട്ട് കിട്ടി. അപ്പൊ ഇത് തെറ്റായിരിക്കും, ഒരെണ്ണം എടുക്കാൻ പറയും. രണ്ടാമത്തെ വീഡിയോ എടുത്തപ്പോ ഇവിടെ ഒരു പിടുത്തം ലുലുവിന്റെ അവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് എന്ത് വീഡിയോ എടുത്തത്? വെറുതെ നോർമൽ പ്രാങ്ക്. അതിന്റെ ഉള്ളിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ എടുത്താ. അതിന്റെ ഉള്ളിൽ അങ്ങനെ എന്ത് പ്രാങ്കാ ചെയ്തേ? അവര് ട്രോളി കൊണ്ട് നോക്കണ സാധനല്ലേ, ഞാനെടുത്ത് എന്റെ എന്നിട്ട് അവര് ഞങ്ങള് പിടിച്ചിട്ട് അടിയിലേക്ക് കൊണ്ടുപോയി. ലുലുവിന്റെ അടിയിൽ അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും. താഴത്തോട്ടാ? ലുലുവിന്റെ അടിയിലേക്ക്. എന്നിട്ട് അവിടെ പോലീസ് എന്ന് വെച്ചാ റിട്ടയർഡ് ആയവരൊക്കെ ഇരിക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഭയങ്കര സീനാക്കി. എന്നിട്ട് പോലീസിനെ വിളിച്ചവര്. എന്നിട്ട് പോലീസൊക്കെ വന്ന് ഫൈൻ അടപ്പിച്ച് ഞങ്ങളെ കൊണ്ട് മറ്റേ ഇതൊക്കെ എഴുതിപ്പിച്ച് വിട്ട്. അതോടുകൂടി ഞാൻ അവിടെ നിന്ന് പോരുമ്പോ ഞാൻ മനസ്സിലായ ഒരു പ്രാവശ്യം ഇന്നലെ പോയിട്ട് എന്ന് വെച്ചാൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇന്നലെ പോയിട്ട് ഇതായി, ഇന്നും പോയിട്ട്. അപ്പൊ ആ മൂടേ പോയി. ഒന്നാമത്തെ എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാ. പക്ഷെ രാത്രി ചെന്ന് കിടന്നപ്പോ എനിക്ക് പിന്നെ ഭയങ്കര ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ 2 പ്രാവശ്യവും ഇതായത്, എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഷാലു എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവിടെ പോയി എടുത്ത് അത് പോസ്റ്റ് ഇട്ട് ഒരു 2 days 3 days ഒക്കെ ആയപ്പോഴത്തേക്ക് അത് 1 million ആയി. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ അങ്ങനെ തുടങ്ങി. സന്തോഷം. അപ്പൊ നമ്മുടെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ ചക്കം പക്കം എന്നാണ്. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളാണ്. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിന് യെസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, നോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ചക്കം, സുഹൃത്തുക്കളുടെ ഒപ്പം എവിടെ പോയാലും പെൺകുട്ടികൾ നോക്കുന്നത് എന്നെയാണ്. മാളിൽ എവിടെ പോയാലും അല്ലേ? പിന്നെ ആരെയാ നോക്കുന്നേ? എല്ലാരെയും നോക്കൂലേ? അല്ല അപ്പൊ അങ്ങനെ നാസിമല്ലേ ഫോട്ടോ എടുക്കട്ടെ അങ്ങനെയൊന്നും ചോദിച്ചാൽ ആരും വന്നിട്ടില്ല? അങ്ങനെ നോക്കും.
അങ്ങനെ ഈ കുട്ടീനെ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്നും നോക്കലില്ല? അങ്ങനെ നോക്കും. അങ്ങനെ നോക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പക്കം, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും പറയും, അതിനൊരു ബന്ധമില്ലാത്ത കാര്യം വേണം നാസിം പറയാനായിട്ട്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ട്രൈ ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൊച്ചി മെട്രോ നല്ല സ്പീഡിനാ പോണത്. ഇല്ല, ഞാൻ അവിടെ ബസ് കാത്തിക്കണേ, ഞാൻ പോയിട്ട് വരാം. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ മതി. വന്നില്ല, ഞാൻ അങ്ങനത്തെ പറഞ്ഞു. അത് നമുക്ക് ഒന്നോടെ സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയുടെ ക്യാപിറ്റൽ കൊയിലാണ്ടിയാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. എന്റെ വീട്ടിൽ 4 കോഴിയുണ്ട്. എന്റെ വീട്ടില് ആരുമില്ല. ഇത് തോറ്റോ? ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചക്കം, ഒരു സിനിമാ നടൻ ആവണമെന്നാണ് എന്റെ ലക്ഷ്യം. എന്താ പറയണ്ട, മറന്നുപോയി. യെസ്. ഓ സോറി. അല്ല, എന്നുവെച്ചാൽ ആഗ്രഹമുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്? പ്രാങ്ക് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്? കോമഡി ആയ എനിക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കും. ആണോ? അഭിനയിക്കുക എന്നിട്ടാണ് നേരത്തെ ടാസ്കില് ഇത് ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു മനസ്സിലായ ഒരു ചാൻസ് കിട്ടിയാൽ നല്ലോണം പെർഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഇപ്പം അബു സാലിം ആയാലും ഒരുപാട് പേര് ഇപ്പം മൂവീസിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു വേഷം, അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ ഇഷ്ടം? ഇപ്പൊ നമ്മുടെ ആവേശത്തിലൊക്കെ ആണെങ്കിൽ അവര് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നമുക്ക് കിട്ടിയാലേ എങ്ങനത്തെ ചെയ്യും. എന്തും ചെയ്യും. സിനിമ നല്ല ഫീൽഡാണ്. ലൈക് വീട്ടിലൊക്കെ സപ്പോർട്ടിങ് ആയിരിക്കോ? ഉമ്മച്ചി ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, സിനിമയിൽ അഭിനയിക്കാൻ. എന്ത് വന്നാലും സിനിമയിൽ അഭിനയിക്കും. സപ്പോർട്ടിങ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത പക്കം, നമ്മളാണെങ്കിൽ നാസിമിന്റെ ഒരു ആരാധികനെ ഫോൺ ചെയ്യാൻ പോവാ. ഫോൺ ചെയ്തിട്ട് ചോദിക്കും എന്നെ അറിയോന്ന് ചോദിക്കും. ഓക്കെ, നമ്മള് നാസിമിന്റെ ഒരു ആരാധികനെ ഫോൺ ചെയ്യാൻ പോവാ. ആരാധികയൊക്കെ ഇപ്പൊ അറിയും. ഓക്കെ, ആരാധിക ഇപ്പൊ വിളിക്കും. ഹലോ. ഹലോ, ആതിരല്ലേ? അതെ. ആതിരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഞാൻ കൊടുക്കാം. ഓക്കെ. ഹലോ, ആരാ? ഞാനാ. എന്റെ പേര് എന്റെ പേര് നാസിം എന്നായി. ഇവര് പറഞ്ഞ് ആതിരാക്ക് എന്നെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചു തന്നതാ. എനിക്കറിയില്ല. എനിക്കും അറിയില്ല, സോറി. റോങ് നമ്പർ. കട്ട് ചെയ്ത് പോയി. നിങ്ങള് വഴി കൂടെ പോണ അടിയൊക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടി വിളിക്കണാ. വെറുതെ ആരാധിക്കാന്ന് പറഞ്ഞ ചേട്ടല്ലേ പറഞ്ഞ ആരാധിക? അറിയൊന്നുമില്ല. ഹലോ, ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നായിരുന്നു വിളിക്കുന്നേ. എന്നെ മനസ്സിലായി, ഞാൻ മെഹർ. അപ്പൊ ആതിര എന്റെ അടുത്ത് എപ്പോഴും പറയാറില്ലേ നാസിമിന്റെ ഇന്റർവ്യൂ എടുക്കണം, നാസിം വരുമ്പോ നാസിമിന്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഫോൺ വിളിച്ച് തരണം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ നാസിമ നേരത്തെ സംസാരിച്ചത് മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടെ കൊടുക്കാം നാസിമിന്. ഓക്കെ, നാസിമിന് ആകെ ബാഡ് അടിച്ചു, ആതിര അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ചെക്കന്റെ ഇമേജ് ഒക്കെ ആകെ കളഞ്ഞില്ലേ? ആണോ? ഞാൻ എന്നാ ഒന്നുകൂടെ കൊടുക്കാം, കേട്ടോ? ഹലോ, അറിയാമോ? ശരിക്കും ഇവര് സ്ക്രിപ്റ്റ് എഴുതി ഒപ്പിച്ചു വെച്ചേക്കണാണ് അവിടെ. എനിക്കറിയില്ല. ചെറിയ പയ്യൻ തന്നെ. സുഖല്ലേ? എനിക്ക് സുഖമാണ്. ഇപ്പൊ ഇരിക്കണം ഇവിടെ വെറുതെ.
അല്ല വെറുതെ ഇങ്ങനെ ഇരുന്നതാ, ഇവരിങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നതാ. ആ കഴിച്ചില്ലേ? ആ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താണ് നിങ്ങൾക്ക് വെറുതെ വല്ലോരൊക്കെ വിളിച്ചടിപ്പിച്ച് അവരുടെ വായിലേക്കിട ഞാനും കേട്ട് ടെൻഷനായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റാഷിദ് അല്ലല്ലോ പേര്, നാസിം സിംഗിൾ അല്ലേ? സിംഗിൾ ആണോ? ഇതുവരെ റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല? റിലേഷൻഷിപ്പ് ആ ഒരു സ്റ്റോറി ഒന്ന് പറയോ? ലവ് സ്റ്റോറി ഇപ്പോഴും ഉണ്ടോ? അതെയോ ബ്രേക്കപ്പ് ആയോ? മുമ്പ് ഉണ്ടായിരുന്നു. ആരാ തേച്ചേ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ. നാസിമിന് എന്തെങ്കിലും സെലിബ്രിറ്റി ക്രഷ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല. നാസിമ സിഗ്മയാണോ? സിഗ്മയല്ല, അതൊക്കെ വെറുതെ നമ്മളിങ്ങനെ ഇതാക്കാന്ന് മാത്രം. പക്ഷെ എന്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന അവൻ പറഞ്ഞു ഹണി റോസിനെ ഭയങ്കര വെറുതെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞോ? ഒരിക്കലല്ല, ഒട്ടും ഇഷ്ടല്ല. ഇഷ്ടല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചക്കം, കാറ് വാങ്ങാന്നുള്ളത് റീൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു എനിക്ക് എപ്പോഴും ഒരു ഓക്കെ പറ. കാറ് ഇപ്പൊ എല്ലാ ബോയ്സിനും മനസ്സിലായോ, കാർ എല്ലാവർക്കും ഒരു ഇതല്ലേ ആഗ്രഹമായിരിക്കും. ഞാൻ ഇങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വാങ്ങിച്ച് മുമ്പേ തൊട്ട് ഞാൻ താറല്ലേ കാർ? ഇപ്പൊ താറാണല്ലേ, ഞാൻ പറഞ്ഞ മുമ്പേ തൊട്ടേ ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ വാങ്ങുമായിരുന്നു കാറൊക്കെ. ഏത് മോഡലാ? ഏത് കാറ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു 1 month. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പക്കം, ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയും. ആ പേര് വെച്ചിട്ട് നാസിമിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സെലിബ്രിറ്റിയോ ആരാന്ന് വെച്ചാ പറയാം, അറിയുന്ന ആരാന്ന് വെച്ചാ പറയാം. ഓക്കെ, ഒരു ഒറ്റ പേരാ പറയുള്ളൂ. അത് വെച്ചിട്ട് ഒരു സെക്കൻഡ് നെയിം ഉണ്ടാവുമല്ലോ അവർക്ക്, ആ പേരിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഫസ്റ്റ് നെയിം സന്തോഷ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയാ? സന്തോഷ് ജോസ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഫസ്റ്റ് മൈൻഡിലോട്ട് വരുന്നത്. ആതിര എന്ന പേരുള്ള ആരും ഓർമ്മ വരുന്നില്ല? പണ്ടത്തെ സ്കൂളിലെ ക്രഷോ? ആതിര എന്ന പേരുള്ള ആരും അറിയില്ല? ഓക്കെ, കാവ്യ മാധവൻ അറിയില്ലേ? അങ്ങനത്തെ ആരും അറിയില്ല? ഓക്കെ, ബാസി. ശ്രീനാഥ് ബാസി. ഓക്കെ, വേറെ ബാസികളൊന്നും അറിയില്ല? പിന്നെ മറ്റേ റീൽസ് ചെയ്യുന്ന ഒരു ബാസി. അടൂർ ബാസിന് അറിയില്ല? കേട്ടിട്ടുണ്ട്. അശ്വിൻ എവിടെയോ കേട്ടു. അശ്വിന് പേരുള്ള ആരും അറിയില്ല? അശ്വിൻ എവിടെയോ കേട്ട്, ഇവിടെ ഉണ്ട്, പക്ഷെ എവിടെ നിന്നാണെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, സ്മിത ടീച്ചർ. ക്ലാസ് ടീച്ചറിന്റെ പേര് സ്മിത ടീച്ചർ എന്നാണോ? വേറെ ആരും ഓർമ്മ വരുന്നില്ല? സ്മിത ക്ലാസ് ടീച്ചറായിരുന്നു, വേറൊരു ടീച്ചറായിരുന്നു. ആണ്, എന്നാലും സിൽക്ക് സ്മിതനെയാണ് ഓർമ്മ വരുന്നത്. അല്ല, ടീച്ചറിനെ ഓർമ്മ. ഞാൻ പേരില് എനിക്ക് പറഞ്ഞതാണ്. പേരില് ദീപിക പതുക്കോൺ. ഫാനാണല്ലേ? ഫാനല്ലേ? ആരുടെ ഫാനല്ലേ? ഇഷ്ടപ്പെട്ടൊരു നായിക അങ്ങനെ ആരും ഇല്ല? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നാസിം ഒരു സിഗ്മയാന്ന് എനിക്ക് മനസ്സിലായി. ഒരു നായിക ഉണ്ടാവുമല്ലോ. ശ്രദ്ധ കപൂറിന് ഇഷ്ടമാണ്. ശ്രദ്ധ കപൂറിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? മൂവീസ് ഒക്കെ കുറച്ചും കൂടി എനിക്ക് കാണുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. മലയാളത്തിൽ ആരും ഇഷ്ടല്ലേ? എന്താ മലയാളത്തിൽ എത്ര എല്ലാവരും നല്ല അഭിനയിക്കുന്ന നല്ല നടന്മാരെല്ലാം നല്ലത് തന്നെയാണ്. ബട്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ലൈക്ക് ആയിട്ടില്ല. നമ്മുടെ നടന്മാരില് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഇഷ്ടമാണ്. എല്ലാവർക്കും സ്നേഹം വാരി വിതറി കൊടുക്കാണ്. എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ.